നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ BJPക്ക് തിരിച്ചടിയായി നാഷണൽ പീപ്പിൾസ് പാർട്ടി NDA സഖ്യം വിട്ടു. സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ NPP പിൻവലിച്ചു. ഇക്കാര്യം അറിയിച്ച് NPP BJP അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കത്ത് നൽകി. മണിപ്പൂരിൽ വംശീയ കലാപം നിയന്ത്രിക്കുന്നതിൽ BJP സർക്കാർ പരാജയമാണെന്നാണ് NPP അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സംഗ്മ പറഞ്ഞു. മണിപ്പൂർ കലാപം അതിരൂക്ഷമായി തുടരുന്നതിനിടെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് വീണ്ടും യോഗം വിളിച്ചു. ഇന്ന് 12 മണിക്ക് ഡൽഹിയിലാകും ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുക. സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ അമിത് ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സാഹചര്യം വിലയിരുത്താൻ ഇന്നും യോഗം വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കടക്കം അക്രമം വ്യാപിപ്പിച്ചതോടെ മണിപ്പൂർ കലാപത്തിൽ ശക്തമായി ഇടപെടാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. കാണാതായ കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് കലാപം രൂക്ഷമായത്. കലാപവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം NIAക്ക് കൈമാറാനാണ് പോലീസിന് നിർദ്ദേശം. വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിലെയും ഗദ്ചിരോളിലെയും വദ്രയിലെയും ഇന്നലെ നടത്തേണ്ടിയിരുന്ന റാലികൾ റദ്ദാക്കിയാണ് അമിത് ഷാ ഡൽഹിയിൽ തുടരുന്നത്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാട് വീട്ടിലെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു. കൊടപ്പനക്കൽ തറവാട്ടിൽ തനിക്ക് വലിയൊരു കസേരയാണ് കിട്ടിയതെന്നും ഇരിക്കുന്ന കസേരയുടെ മാഹാത്മ്യം അറിയാതെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തനിക്കെതിരെ ആരോപണങ്ങൾ തുടരുന്നതെന്നും സന്ദീപ് പറഞ്ഞു. KPCC ആവശ്യപ്പെട്ട പ്രകാരമാണ് സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പോയതെന്ന് K സുധാകരൻ പറഞ്ഞു. മുന്നണിയിൽ വരുമ്പോൾ മുസ്ലിം ലീഗിനെ കൂടി ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ദ്രോഹമാകുമോ എന്ന് പരിശോധിച്ചിരുന്നു. എന്നാൽ സന്ദീപ് വാര്യരുടെ വരവ് ഗുണകരമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സന്ദീപ് വാര്യർ പാണക്കാട് പോകുന്നു എന്ന് വാർത്ത കണ്ടപ്പോൾ ബാബരി മസ്ജിദ് തകർത്ത ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1991 ഒറ്റപ്പാലത്ത് കോൺഗ്രസും ലീഗും BJPയും ചേർന്ന് മുസ്ലിം ലീഗ് BJP സഖ്യമായി മത്സരിച്ചു എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. സന്ദീപ് എന്തായിരുന്നു എന്ന് ലീഗ് അണികൾക്കും അറിയാമല്ലോ എന്നും അവരിലുള്ള അമർഷവും പ്രതിഷേധവും ശമിപ്പിക്കാൻ പാണക്കാട് പോയി വർത്തമാനം പറഞ്ഞാൽ തീരുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കോൺഗ്രസിൻ്റെ അന്ത്യത്തിൻ്റെ തുടക്കമാണ് സന്ദീപ് വാര്യരുടെ വരവെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വിഷം ചീറ്റിയ ആളെ ഞങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലെന്നും പാണക്കാട്ടെ സന്ദർശനം പരിഹാസ്യമായ നാടകമാണെന്നും MB രാജേഷ് പറഞ്ഞു. സന്ദീപ് RSSനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോയെന്നും സർവർക്കറെ തള്ളിപ്പറയുമോ എന്നും രാജേഷ് ചോദിച്ചു. അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങിയ അവസ്ഥയിലായിരുന്നു ഈ കോൺഗ്രസ് എന്നായിരുന്നു MK ബാലൻ്റെ പ്രതികരണം. UDF RSS അവിശുദ്ധ ബന്ധത്തിനുള്ള ഫലമാണ് സന്ദീപ് വാര്യരെന്നും KPCC ഓഫീസിനുള്ളിൽ ഇനി RSS ശാഖ തുടങ്ങാമെന്നും അദ്ദേഹം പറഞ്ഞു. 2 കാര്യങ്ങൾ കൊണ്ടാണ് സന്ദീപ് വാര്യരുടെ വരവിനെ എതിർത്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. ഒന്നാമത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിനാണെന്നും 2 ഗാന്ധിവധത്തെക്കുറിച്ച് പറഞ്ഞതിനുമാണെന്നും അല്ലാതെ സന്ദീപ് വാര്യരുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. സീപ്ലെയിൻ വിഷയം മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി സർക്കാർ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. CITU AITUC നേതാക്കളടക്കം പങ്കെടുത്ത യോഗത്തിലാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയത്. വയനാട് ദുരന്തത്തിൽ ധനസഹായം നിശ്ചയിക്കാനുള്ള ഉന്നതാധികാര സമിതി യോഗം ചേരാൻ ഇനിയും വൈകുമെന്ന് സൂചന. പുനരധിവാസത്തിനുള്ള സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ സംസ്ഥാനം ഇനിയും കൈമാറാത്ത സാഹചര്യത്തിലാണ് നടപടികൾ നീളുന്നത്. വയനാട്ടിൽ സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസം കോടതിയിലടക്കം സാങ്കേതികമായി തടസ്സമായി കേന്ദ്രം ഉന്നയിച്ചേക്കും.
ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൻ്റെ പരിശുദ്ധി കൂടി കാത്തുസൂക്ഷിക്കണമെന്ന് തന്ത്രി കണ്ഠര് രാജീവര്. പരിസ്ഥിതിക്കും ആചാരത്തിന് വിരുദ്ധമായ പല ഉൽപ്പന്നങ്ങളും ഇരുമുടിക്കെട്ടിൽ കരുതുന്നത് ഉപേക്ഷിക്കണമെന്ന് തന്ത്രി പറഞ്ഞു. മാളികപ്പുറത്തും ചില തെറ്റായ പ്രവണതകൾ തുടരുന്നത് ഭക്തർ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായം ഒരുക്കാൻ ശബരിമല പാതയിൽ കനിവ് 108 റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യവകുപ്പിൻ്റെയും കനിവ് 108 ആംബുലൻസുകൾക്ക് പുറമെയാണ് ഈ യൂണിറ്റുകൾ കൂടി സജ്ജമാക്കിയിരിക്കുന്നത്. സുസജ്ജമായ ആശുപത്രികൾക്ക് പുറമെ പമ്പ മുതൽ സന്നിധാനം വരെ കാനനപാതകളിലുമായി ആകെ 19 എമർജൻസി മെഡിക്കൽ സെൻ്ററുകൾ, ഓക്സിജൻ പാർലറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് കോഴിക്കോട് നടത്തിയ ഹർത്താലിനിടെ സംഘർഷം. ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടയുകയും കടകൾ നിർബന്ധിച്ച് അടപ്പിക്കുകയും ചെയ്തു. ബസ് ജീവനക്കാരും കടയുടമകളും സമരാനുകൂലികളും തമ്മിൽ വക്കേറ്റമുണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനെയുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ നടത്തിയത്. ശബരിമല റോപ്പ് വേക്ക് വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി അനുവദിച്ച സർക്കാർ ഉത്തരവ്. 45,336 ഹെക്ടർ വനഭൂമിക്ക് പകരം കൊല്ലം കൊളുത്തുപുഴയിൽ അത്ര തന്നെ ഭൂമി അനുവദിച്ചു. 6 മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് റോപ്പ് വേ ഓപ്പറേഷൻ മേധാവി ഉമാ നായർ പറഞ്ഞു. വയനാട് മൂട്ടിൽ WO-UP സ്കൂളിലെ 17 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി സംശയം. കുട്ടികളെ കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചു. പനി, ഛർദി, വയറിളക്കം എന്നിവയെ തുടർന്ന് LP സ്കൂൾ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്കൂളിൽ പരിശോധന നടത്തി. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവ സംഘം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എറണാകുളം കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നും പിടിയിലായ സന്തോഷ് സെൽവൻ കുറുവ സംഘമാണെന്നും ഇയാളാണ് മണ്ണാഞ്ചേരിയിലെത്തിയതെന്നും ആലപ്പുഴ DYSP മധുബാബു വ്യക്തമാക്കി. കുറുവ സംഘത്തിൽപ്പെട്ട 14 പേരാണ് കേരളത്തിലെത്തിയതെന്ന് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. എറണാകുളം കുണ്ടന്നൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സന്തോഷ് സെൽവത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. രാത്രികാല പട്രോളിങ്ങിന് പുറമെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇനി നടത്തും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.